എനിക്ക് പാട്ടും എനിക്ക് പ്രശംസയും. എനിക്കിന്ന് പാടാനും എനിക്കിന്ന് പ്രശംസിക്കാനും ആമേൻ എന്നെ നടത്തിയ ഒരു കർത്താവുണ്ട്. ആമേൻ. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് പാടാൻ വകയില്ല, എനിക്ക് പ്രശംസിക്കാനും വകയില്ല. കാരണം അവൻ എന്നെ വീണ്ടെടുത്ത ദൈവമായതുകൊണ്ട്, അവൻ എന്നെ കരുതിയ കർത്താവായതുകൊണ്ട്, ആമേൻ, തെറ്റുകളും കുറ്റങ്ങളും വന്നിട്ടും കൈവിടാതെ ഇന്ന് നിർത്തുന്ന നല്ലൊരു ദൈവമായതുകൊണ്ടും, ആമേൻ, നാം ദൈവസന്നിധിയിൽ നിന്ന് കരയുമ്പോൾ എനിക്ക് നിന്റെ അടുത്ത് സമയമില്ലെന്ന് പറയുന്ന ഒരു കർത്താവിനല്ല നാം സേവിക്കുന്നത്. കരയുമ്പോൾ കൂടെ വന്ന് കണ്ണുനീരിനെ തുടയ്ക്കുന്ന, ആമേൻ, ഒറ്റപ്പെടുമ്പോൾ എനിക്ക് നിന്റെ സമയമില്ലെന്ന് പറഞ്ഞ് മാറ്റിവിടുന്ന ദൈവത്തെ അല്ല ഞാൻ ആരാധിക്കുന്നത്. എനിക്ക് നിന്റെ അടുത്ത് സമയമുണ്ടെന്ന് പറയുന്ന ദൈവവും, ആമേൻ, ഒറ്റയ്ക്ക് നടക്കുമ്പോൾ, തല ഒലിക്കുമ്പോൾ, കണ്ണുനീരൊഴുക്കുമ്പോൾ, ആമേൻ, എനിക്ക് സമയമില്ലെന്ന് പറയുന്ന ദൈവത്തെ അല്ല. മൈ ഗോഡ് ഈസ് നോട്ട് ബിസി. എൻ്റെ കർത്താവ് എപ്പോഴും അവൈലബിൾ ആണ്. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ഈ പകൽക്കാലം കർത്താവ് നമ്മുടെ ഓരോരുത്തരെയും ഇറക്കുമാറാകട്ടെ. ഹല്ലേലൂയ. യേശുവിൻ സ്വന്തം ഹല്ലേലൂയ. പാടാനും ഇമ്പം പോരായൻ വാ. ജീവന്റെ വെള്ളം കാണുപ്പിന, ജീവന്റെ അപ്പം ശക്തിക്കാം. എനിക്ക് പാട്ടും എനിക്ക് പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. എനിക്ക് പാട്ടും പ്രശംസയും എനിക്ക് പാട്ടും എനിക്ക് പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. എനിക്ക് പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും. എനിക്ക് പാട്ടും എനിക്ക് പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. എനിക്ക് പാട്ടും പ്രശംസയും നമുക്ക് വേണ്ടിയാ ക്രൂശ് ചുമന്നുകൊണ്ട് പോയ ദൈവമുണ്ട്. There's a God who lifted up the cross for me and you. ആ ക്രൂശും ഓളത്തേന്തി കടന്നു പോയപ്പം ആ ക്രൂശിന്റെ ഭാരമൊന്നും ദൈവം നോക്കിയില്ല. കഴിഞ്ഞ ആഴ്ച കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, ജോലി ചെയ്ത് ക്ഷീണിച്ച് കയറി വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ചുമക്കാവോ? എന്നിട്ട് ഒഴുകിയ രക്തം, ഇത് പറയുമ്പോൾ എത്ര പേരെ കണ്ടോ പറയുന്നത് എനിക്കറിയില്ല. കർത്താവ് ആ ഭാരം നോക്കിയായിരുന്നെങ്കിൽ, ക്രൂശിന്റെ ഭാരം ദൈവം നോക്കിയായിരുന്നെങ്കിൽ, നമ്മളൊക്കെ ഒരു ഭാരം അറിയാം മക്കളെ.
അല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? Hallelujah. Praise God. ഇടയ്ക്കൊക്കെ ക്രൂശിലൊന്ന് ധ്യാനിക്കണം കേട്ടോ. ആ കർത്താവിനെ ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കണം. ആമേൻ. അതുകൊണ്ട് നടന്നു കയറിയപ്പോൾ Praise God. Hallelujah. ആമേൻ. ക്രൂശിൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവന്നൊരു ചൊല്ലുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല എത്ര ദൈവമക്കളുടെ ഹൃദയം തുടിക്കുന്നുണ്ടെന്നാണോ, പക്ഷെ ഇത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ തുടിക്കുന്നുണ്ട്, കണ്ണുകൾ നിറയുന്നുണ്ട്. ആ ക്രൂശിനെ ധ്യാനിക്കുന്നവർക്ക് അതിൻ്റെ ആഴം അറിയാം, ഇടയ്ക്ക് കരയുന്നവർക്ക് അതിൻ്റെ പെയിൻ അറിയാം. നിങ്ങളൊന്ന് അസൂയ ചെയ്ത് നോക്കിക്കേ. ആ കർത്താവിൻ്റെ കൂടെ ഇന്നീ പകൽ നമ്മളൊന്നും അങ്ങോട്ടൊന്ന് പോകാം, നമുക്കൊന്നും അങ്ങോട്ടൊന്ന് പോകാം. എല്ലാവരുടെയും ശ്രദ്ധയും എല്ലാവരും നിങ്ങളുടെ ഫിസിക്കലി ഞാൻ ക്ഷണിക്കുന്നു. ആ കർത്താവ് ക്രൂശൻ ചുമന്നുകൊണ്ട് പോകുക വഴിയിൽ അതിൻ്റെ പുറകിൽ നമ്മളങ്ങ് നോക്കിക്കേ. അതിൻ്റെ മുമ്പിൽ പോകുന്ന കർത്താവിനെ കണ്ടു ക്രോസ് ചുമന്നുകൊണ്ട് പോകുന്നത്. അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് ഭാരമേറിയ കാര്യമാണ്. ഇത് പറയുമ്പോൾ നമ്മുടെ ഉള്ളം തുടിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളം പെടയുന്നുണ്ടെങ്കിൽ, കർത്താവിനെ പെടയാഞ്ഞിട്ടോ ദൈവത്തിന് വേദന എടുക്കാഞ്ഞിട്ടോ അല്ല. ആ ക്രൂശ് വഹിച്ചുകൊണ്ട് പോയപ്പോഴും ഞാനിങ്ങനെ പറയും, ഞാനായിരുന്നു എൻ്റെ ദൈവത്തിൻ്റെ മനസ്സിൽ. നിങ്ങൾ നിങ്ങളുടെ പേരെടുത്ത് പറയണം, ഞാനായിരുന്നു എൻ്റെ കർത്താവിൻ്റെ മനസ്സിൽ. തോളിലേറ്റ് എന്നും വഹിക്കാമെന്ന് പറഞ്ഞ ദൈവം അവന് വഹിക്കുക തന്നെ ചെയ്യും. ഹാലേലൂയ. സന്തോഷമുള്ള ദൈവമക്കളെ കാര്യങ്ങളോട് കർത്താവിനോട് നന്ദി പറഞ്ഞാണ്, ശക്തിയോടൊരു നന്ദി പറഞ്ഞാണ്. ഹാലേലൂയ. നമുക്കെല്ലാവർക്കും ഒന്ന് shall we all stand up at the feet of the Lord. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുതി